ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് LGS ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് ഒരു എക്സാം ഉണ്ടായിരുന്നു, LGS ലെവലുള്ള ഒരു എക്സാം ആയിരുന്നു. LGS ഗാർഡ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ കമ്പനി ബോർഡ് LGS ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, LGS മാതൃക ചോദ്യ പേപ്പർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള SCRT ക്ലാസ്സുകൾ തരുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടും സബ്ജക്റ്റ് വൈസ് ആയിട്ടും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റും കൂടി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വർഷം ഏത്? ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2000 ഒക്ടോബർ 17 ഇൻഫോർമേഷൻ ടെക്നോളജി IT നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഫുട്ബോൾ ആണ് അല്ലേ. ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് സന്തോഷ് ട്രോഫി. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ് ആലപ്പുഴ ജില്ലയിൽ ആകെ കൂടി ഒരു റിസർവ് വനമുള്ളൂ? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? വിയ്യപ്പുറത്താണ് അല്ലേ. വിയ്യപ്പുറത്താണ്. കേരള ജോഗ്രഫിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ISROയുടെ പുതിയ ചെയർമാൻ ആര്? ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ വി നാരായണനാണ് ISROയുടെ പുതിയ ചെയർമാൻ. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. ധമനിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ശരിയാണോ? ശരിയാണ്. ഇനി നെക്സ്റ്റ് എന്താണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്? ഇനി നെക്സ്റ്റ്, ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു എന്ന് പറയുന്നു. അതാണ് അവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. വാൽവുകൾ കാണപ്പെടുന്നു എന്ന് പറയുന്നു. അതാണ് അവിടുത്തെ തെറ്റായ പ്രസ്താവന. ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തിയാണ് ധമനിയിലെ. ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തിയാണ് ധമനി. ശരിയാണ്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. അതും ശരിയാണ്. അപ്പോൾ ധമനിയുമായിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തിയാണ്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വൈറ്റമിൻ ഡി ആണ് അല്ലേ. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തതയാണ്. ഇനി എന്താണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്? വൈറ്റമിൻ ബി എന്ന് വെച്ചാൽ B1 മുതൽ B12 വരെയുണ്ട് അല്ലേ. B1 മുതൽ B12 വരെയുണ്ട്. ഇനി വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം എന്താണ്? വൈറ്റമിൻ സിയുടെ ഏതാണ് രാസനാമം ചോദിക്കാറുണ്ട് അല്ലേ. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നുണ്ട്. ഈ വൈറ്റമിൻ സിയുടെ അഭാവം ഉണ്ടാകുന്ന രോഗം എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? സ്കർവിയാണ് അല്ലേ. സ്കർവിയാണ്. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം കണയും ഉണ്ടാകുന്നുണ്ട്, റിക്കറ്റ്സും ഉണ്ടാകുന്നുണ്ട്. കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? റിക്കറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കരീനം അല്ലാത്തത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ നോക്കി പവിത്ര എന്ന് പറയുന്ന നെല്ലിൻ്റെ സങ്കരീനമാണ്. ഹ്രസ്വ എന്ന് പറയുന്നത് നെല്ലിൻ്റെ സങ്കരീനമാണ്. അതുപോലെ തന്നെ ജയ എന്ന് പറയുന്നത് നെല്ലിൻ്റെ ആണ് അല്ലേ. ഇനി ഗിരിജ തന്നിട്ടുണ്ടല്ലോ. ഗിരിജ, സോണാലിക എന്നിവയൊക്കെ ഏതിൻ്റെയാണ് വരുന്നത്? ഗോതമ്പിൻ്റെതാണ് അല്ലേ. ഗോതമ്പിൻ്റെതാണ് വരുന്നത് അല്ലേ. ഗോതമ്പിൻ്റെതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ നെല്ലിൻ്റെ സങ്കരീനം ഇല്ലാത്തത് ചോദിക്കുകയാണെങ്കിൽ ഏതാ വരാ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗിരിജയാണ് അല്ലേ. ഗിരിജയാണ് വരാത്തത്. ഇനി പവിത്ര, ഹ്രസ്വ, ജയൊക്കെ നെല്ലിൻ്റെ ഇനങ്ങളാണ്. ഗിരിജ അതുപോലെ തന്നെ സോണാലിക എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഗോതമ്പിൻ്റെയാണ് അല്ലേ, വീറ്റിൻ്റെയാണ് വരുന്നത്. കല്യാൺ സോന എന്നറിയപ്പെടുന്നതും ഏതിൻ്റെതാണ്? ഗോതമ്പിൻ്റെതാണ് കല്യാൺ സോന. അതുപോലെ തന്നെ ഗിരിജ, സോണാലിക, അതുപോലെ തന്നെ അർജുൻ, പിന്നെ സോണോറ എന്നിവയൊക്കെ എന്താണ്? ഗോതമ്പിൻ്റെതാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പേപ്പാറ വന്യജീവി സങ്കേതമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പേപ്പാറ വന്യജീവി സങ്കേതം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം എന്താണ് റേച്ചൽ കേഴ്സന്റെ പുസ്തകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ബുക്കിൽ പറയുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, നിശബ്ദ വസന്തം. അല്ലെങ്കിൽ എന്താ പറയുന്നത് കേട്ടിട്ടുള്ളത്? ഏതാണ്? സൈലന്റ് സ്പ്രിംഗ് അല്ലേ? സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നതാണ് എന്തിൻ്റെയാണ്? റേച്ചൽ കേഴ്സന്റെ ബുക്കാണ്. അതുപോലെ തന്നെ അതിലെന്താണ് DDT പോലുള്ള മാരക വസ്തുക്കളെ കുറിച്ചിട്ട് അല്ലേ അതിൻ്റെ ഇത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന ബുക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, തിനകളുടെ പിതാവ് ഏതാണ്? തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡോക്ടർ കാദർവാലി. കാദർവാലിയാണ് ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ് അല്ലേ? ഡോക്ടർ MS സ്വാമിനാഥനാണ്. എന്നാൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ കാദർവാലിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊക്കെയ്ൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? കൊക്കെയ്ൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ആരാണ് പുറത്തിറക്കിയത് കൊക്കെയ്ൻ ആസക്തി ചികിത്സിക്കുന്നതിനായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബ്രസീലാണ് കേട്ടോ. വാക്സിൻ പുറത്തിറക്കിയത് കൊക്കെയ്ൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് ബ്രസീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ ഏതൊക്കെയാണ്? ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആറ്റം തന്മാത്ര എന്ന് പറയുന്ന ഒരു ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതാണ് ഇതിൻ്റെ SCERT പാഠഭാഗം 9ാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടൊരു ചാപ്റ്റർ വരുന്നുണ്ട്. ആ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് പ്രോട്ടോണിനെ കുറിച്ചിട്ടും ഇലക്ട്രോണിനെ കുറിച്ചിട്ടും ന്യൂട്രോണിനെ കുറിച്ചിട്ടും എല്ലാ പരീക്ഷണങ്ങളെ കുറിച്ചിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങളാണ്. ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങൾ ഏതാണ്? പ്രോട്ടോണും അതുപോലെ തന്നെ എന്താണ് ന്യൂട്രോണും ആണ് അല്ലേ? എന്നാൽ ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോൺസിലെ. അപ്പോൾ ഇലക്ട്രോൺസ് അവിടെ കാണപ്പെടുന്നില്ല. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം? പ്രകാശ വേഗതയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? പ്രകാശത്തിൻ്റെ വേഗതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്, ശൂന്യതയിലാണ് പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ. എത്രയാണ് വാല്യൂ വരുന്നത്? 3 × 10⁸ ആണ് വരുന്നത്. 3 × 10⁸ ആണ് വരുന്നത്. SCERT കറക്റ്റ് ഓരോന്നിൻ്റെയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ശൂന്യതയിലാണെന്നുണ്ടെങ്കിൽ 3 ആണ് വരുന്നത്. 3 × 10⁸ ആണ് വരുന്നത്. പിന്നെ ഏതാ വരുന്നത്? ജലമല്ലേ? ജലത്തിൽ എന്താണ്? 2.25 × 10⁸ ആണ് വരുന്നത്. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിലോ 2 × 10⁸ ആണ് വരുന്നത്. ഇനി വജ്രത്തിലാണെന്നുണ്ടെങ്കിൽ 1.24 × 10⁸ ആണ് വരുന്നത് കേട്ടോ. കറക്റ്റ് SCERT പറയുന്ന ഒരു ബോക്സ് ഉണ്ടായിരുന്നു അല്ലേ പ്രകാശത്തിനെ കുറിച്ചിട്ടുള്ള. പ്രകാശത്തിൻ്റെ SCERT ചാപ്റ്റേഴ്സ് ഞാൻ എടുത്തു തരാം. ഒരു ക്ലാസ്സിൽ മാത്രമായിട്ട് ഒതുങ്ങാവുന്ന തരത്തിൽ എടുത്തു തരാം കേട്ടോ. കാരണം പ്രകാശത്തിന് നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് 9ാം ക്ലാസ്സിലെ SCERT എന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രകാശ വേഗത ഏറ്റവും കൂടുതലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ശൂന്യതയിലാണ്. ശൂന്യതയിൽ 3 × 10⁸ ആണ്. അല്ലെങ്കിൽ വായുവിൽ ചോദിക്കുകയാണെങ്കിലും 3 × 10⁸ ആണ് വരുന്നത്. ജലത്തിലാണെന്നുണ്ടെങ്കിൽ 2.25 × 10⁸. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? 2 × 10⁸. ഇനി വജ്രത്തിലാണെങ്കിലോ 1.24 × 10⁸. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ദൂരം, സമയം, സ്ഥാനാന്തരം, മാസ് എന്നിവ തന്നിട്ടുണ്ട്. ഇതിൽ നോക്കി നോക്കി, ദൂരം എന്ന് പറയുന്നത് ഏത് അളവാണ്? സദിശ അളവാണോ അതിശളവാണോ? എന്താണ്? അതിശ അളവാണ് അല്ലേ? അതിശ അളവാണ്. ഇനി സമയം എന്ന് പറയുന്നത് എന്താണ്? അതിശ അളവാണ്. ഇനി സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? സദിശ അളവാണ്. മാസം എന്ന് പറഞ്ഞാലോ? മാസം എന്ന് വെച്ചാൽ എന്താണ്?
മാസം എന്ന് വെച്ചാൽ എന്താണ്? അദിശ അളവാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ സദിശ അളവുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ഥാനാന്തരമാണ് കൂട്ടത്തിൽ പെടാത്തത്. അപ്പോൾ എന്താണ് അദിശ അളവും സദിശ അളവും എന്ന് വെച്ചാൽ എന്താണ്? അദിശ അളവ് എന്ന് വെച്ചാൽ ദിശ പറയില്ല അല്ലേ? അദിശ അളവ് എന്ന് വെച്ചാൽ എന്താണ്? ദിശ പറയാത്തതാണ്. സദിശ അളവ് എന്ന് വെച്ചാൽ എന്താണ്? ദിശ കൂട്ടിച്ചേർത്ത് പറയുന്നവയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂണിറ്റുകളൊന്ന് നോക്കി നോക്കാം. ദൂരത്തിനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ദൂരത്തിന് നമ്മൾ എപ്പോഴാണ് പറയുന്നത് എന്നാണ്? ദൂരത്തിനാണെന്നുണ്ടെങ്കിൽ മീറ്റർ എന്നാണ് പറയുക അല്ലേ? ദൂരത്തിനാണെന്നുണ്ടെങ്കിൽ മീറ്റർ എന്നാണ് പറയുക. അതുപോലെ തന്നെ സ്ഥാനാന്തരമാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക? മീറ്റർ എന്ന് തന്നെയാണ് പറയുക അല്ലേ? ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അതുപോലെ മീറ്റർ തന്നെയാണ് വരാം. ഇനി സമയത്തിനാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ആണ്. മാസമാണെങ്കിൽ എന്താണ്? കിലോഗ്രാം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലുമിനിയത്തിൻ്റെ അയിര് ഏത്? അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ് അല്ലേ? ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ അയിരം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഓപ്ഷൻസ് ഒക്കെ അങ്ങനെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഹാമറ്റൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അയേണിൻ്റെ ആണ് അല്ലേ? ഹാമറ്റൈറ്റ് എന്താണ്? അയേണിൻ്റെതാണ്. അതുപോലെ തന്നെ കലാമിൻ എന്തിനാണ്? സിങ്കിൻ്റെയാണ് അല്ലേ? സിങ്കിനാണ് കലാമിൻ. കുപ്രേറ്റ് എന്ന് വെച്ചാൽ ഏതിൻ്റെയാണ്? കോപ്പറിൻ്റെയാണ്. കുപ്രേറ്റ് കോപ്പർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഉയർന്ന കലോറിക് മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ? ഹൈഡ്രജൻ ആണ് ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആദിത്യ L1 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യപഠന ദൗത്യം. ഏതാണ്? ആദിത്യ L1 അല്ലേ? നെക്സ്റ്റ്, ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? നിസാർ എന്ന് പറയുന്നത് ഏതൊക്കെ ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ്? ആരൊക്കെയാണ്? നാസയും അതുപോലെ തന്നെ പിന്നെ ആരാ വരുന്നത്? നാസ. ഓക്കെ, പിന്നെ ആരാ വരുന്നത്? പിന്നെ ഇതാണ് ആ പേരിലുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? നാസയും ISROയും ആണ്. നാസയും ISROയുടെയും സംയുക്ത ദൗത്യമാണ് നിസാർ. നെക്സ്റ്റ്, ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? എങ്ങനെയാണ് ഡെങ്കിപ്പനി പകരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ്, കൊതുക് വഴിയാണ് പകരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഈഡിസ് കൊതുക്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ് അല്ലേ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അനോഫിലസ് പെൺകൊതുകാണ് മലേറിയ പരത്തുന്നത്. അപ്പോൾ കൊതുകുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ. സിക്ക വൈറസ് ആണെങ്കിൽ ഈഡിസ് ആണ്, ഇനി മലേറിയ ആണെങ്കിൽ അനോഫിലസ് കൊതുകാണ്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? സാധ്യതയില്ലാത്ത രോഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ചിക്കൻ ബോക്സ് ആണ്. ഓക്കെ, ഇപ്പം മാനസിക സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഉയർന്ന രക്തസമ്മർദ്ദം, വിഷാദ രോഗം, പ്രമേഹം എന്നിവയൊക്കെ അമിതമായ മാനസിക സമ്മർദ്ദം മൂലവും ഉണ്ടാകാവുന്ന രോഗങ്ങളാണ്. കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? ജീവിതശൈലി രോഗവും സാംക്രമിക രോഗങ്ങളൊക്കെ കുറിച്ചിട്ട് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, SCRT ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? പക്ഷാഘാതം കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അല്ലേ? ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ എന്താണ്? ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാക്കുന്ന രോഗമാണ്. ഹൃദ്രോഗം എന്ന് വെച്ചാൽ എന്താണ്? ധമനികളിൽ കൊഴുപ്പടിഞ്ഞു മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരാം. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. നെക്സ്റ്റ് എന്താണ്? ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം എന്താണ്? ഏതാണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ജീവിതശൈലി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരാ. ആൻസർ ഏതാ വരാ? ഇതാണ്, അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം മൂലമാണ്. അമിതമായ ഉപ്പിൻ്റെ ഉപയോഗമാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത്. നെക്സ്റ്റ്, സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആർദ്ര മിഷൻ ആണ് അല്ലേ? ആർദ്ര മിഷൻ. ആൻസർ ഓപ്ഷൻ ബി, ആർദ്ര മിഷൻ. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മൃതസഞ്ജീവനി.
ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പുനരധിവാസ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, അനുയാത്ര. ഇതിൽ സ്നേഹക്കൂട് തന്നിട്ടുണ്ട്. എന്താണ് സ്നേഹക്കൂട്? തെരുവോരങ്ങളിൽ അലയുന്നവർക്കും അഗതികൾക്കും വേണ്ടിയുള്ള പദ്ധതിയാണ് സ്നേഹക്കൂട്. തെരുവോരങ്ങളിൽ അലയുന്നവർക്കും അഗതികൾക്കും വേണ്ടിയുള്ള പദ്ധതിയാണ് സ്നേഹക്കൂട്. ഇനി താലോലം എന്തിനു വേണ്ടിയിട്ടാണ്? മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതിയാണ് താലോലം. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതിയാണ് താലോലം. ഇനി സ്പെക്ട്രം എന്ന് വെച്ചാൽ എന്താണ്? സ്പെക്ട്രം ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള പദ്ധതിയാണ് സ്പെക്ട്രം. അപ്പോൾ അനുയാത്ര എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായിട്ടുള്ള പുനരധിവാസ പദ്ധതിയാണ്. സ്നേഹക്കൂട് എന്ന് വെച്ചാൽ തെരുവോരങ്ങളിൽ അലയുന്നവർക്കും അഗതികൾക്കും വേണ്ടിയുള്ള പദ്ധതിയാണ്. താലോലം മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതിയാണ്. സ്പെക്ട്രം ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള പദ്ധതിയാണ്. നെക്സ്റ്റ്, അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നോക്കി നോക്കുക. ദിവസവും കുളിക്കുക, ശരിയാണ് അല്ലേ. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം. അമിതമായി ഉപ്പ് കഴിക്കുക എന്ന് പറയുന്നത് വരുന്നില്ല. അപ്പോൾ അതാണ് അവിടെ വരാത്തത്. ഇനി പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്താണ്? പ്രധാനപ്പെട്ട ശുചിത്വ ശീലങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡ്രൈവിൽ 5 വയസ്സിനും താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജൂൺ 28-ാം തീയതിയായിരുന്നു പൾസ് പോളിയോ എല്ലാ പിള്ളേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ ഒരു ഡ്രൈവ് സംഘടിപ്പിച്ചതിൽ. ആൻസർ ഓപ്ഷൻ സി ആണ്, 21 ലക്ഷം. നെക്സ്റ്റ്, 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലൈഡ് 1 ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലൈഡ് 1 ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, UAE. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബിയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന ഏത് അമീബിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഏതാണ് വരുന്നത്? സി അല്ലേ വരാ, നഗ്ലേറിയ ഫൗലേറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ചിട്ടുള്ളൊരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കേരളത്തിൽ കുറച്ച് മരുന്നുകളൊക്കെ വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഏതാണ് നിരോധിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണല്ലേ, കോൾഡ് ഡ്രിഫ് സിറപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാത്സ് ആണ്. 1 - 2 + 3 - 4 + 5 - 6 പ്ലസ് പിന്നെ എന്താണ് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് +99 - 100 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, -50 ആണ് ആൻസർ വരിക കേട്ടോ. 1 - 2 എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണ് അല്ലേ. -1 ആണ്. 1 - 2 എന്ന് പറയുന്നത് -1 ആണ്. ഇനി +3 - 4 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? +-1 എന്ന് വന്നു. ഇനി +5 - 6 എന്ന് വെച്ചാൽ എത്ര വരാം? +-1 എന്ന് വന്നു അല്ലേ. +-1 വന്നു. എന്നിട്ട് വീണ്ടും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ് വരുന്നത്? വീണ്ടും +99 - 100. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്ന ഒരു ശ്രേണിയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഓരോ ജോഡികളുടെയും തുക എന്ന് പറയുന്നത് -1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്? 50. ഓരോ ജോഡിയുടെയും തുക -1 ആണ്. ഇവിടെ ആകെ 50 ജോഡികളാണുള്ളത്. 50 ജോഡികളുള്ളത് കാരണം നമുക്ക് എന്ത് ചെയ്താൽ 50 × -1 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും, -50 എന്ന് കിട്ടി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2, 6, 12, 20, 30 ഡാഷ് വിട്ടുപോയ സംഖ്യ ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2, 6, 12, 20, 30 അല്ലേ? അപ്പോൾ ഗ്യാപ്പിൽ ഏതാ വരുന്നത്? 2, 6, 4 വന്നു. അതുപോലെ തന്നെ 6, 12 എത്രയാണ്? 6 വന്നു. അതിന് 12, 20 6 വന്നു. അപ്പോൾ ഇവിടെ 6 അവിടുത്തെ 12, 6 അല്ലേ? 22 + 4 6, 6 + 6 12, 12 + 6 അല്ല ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ എത്ര വന്നിരിക്കുന്നത്? 8 വന്നിരിക്കുന്നത്. 8 വന്നിരിക്കുന്നത്. ഇനി 20 + 30ലേക്ക് 10 വന്നിരിക്കുന്നത്. സോറി, ഇവിടെ 4 വരാം. 2 + 4 6, 6 + 6 12. ഓക്കെ, അപ്പോൾ ഇവിടെ 4, 6, 8, 10 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ +12 ആയിരിക്കും വരാം അല്ലേ? 30 + 12 എത്രയാണ് വരാം? 30 + 12. ആൻസർ ഓപ്ഷൻ ഡി ആണ് 42. നെക്സ്റ്റ് 8, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 8, 12, 15. 8, 12, 15 എന്ന് പറയുന്ന സംഖ്യകളുടെ എന്ത് ചെയ്യുക? LCM കാണാം. LCM കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ 120 എന്ന് കിട്ടും. നമുക്കറിയാം LCM പ്ലസ് ശിഷ്ടമാണ് ഇവിടെ നമുക്ക് കാണേണ്ടത്. LCM പ്ലസ് ശിഷ്ടം എന്ന് പറയുമ്പോൾ 120 + 5 ചെയ്യുമ്പോൾ എത്രയാണ്? 125. 91 മീറ്ററും 117 മീറ്ററും നീളമുള്ള 2 കയറുകൾ തുല്യ നീളമുള്ള കഷ്ണങ്ങളായി മുറിക്കുകയാണെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളം എത്രയാണ്? പരമാവധി നീളമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അവിടെ HCF ആണ് കാണേണ്ടത്. അപ്പോൾ ഏതിൻ്റെയൊക്കെ HCF കാണണം? 91ൻ്റെയും 117ൻ്റെയും HCF കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ 13 കിട്ടുന്നത് കേട്ടോ. 13 മീറ്ററാണ് ആൻസർ. നെക്സ്റ്റ് 3/5, 5/8, 2/3 എന്നിവയെ ആരോഹണ ക്രമത്തിൽ എഴുതുക. അപ്പോൾ ആരോഹണ ക്രമത്തിൽ ഒന്നിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ചെയ്യാം. 3/5, 5/8 നോക്കാം. എന്നിട്ട് ഇവിടെ എത്രയാണ്? 3 24, 5 25. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ സംഖ്യ 3/5 എന്ന് കിട്ടി. ഇനി ഈ 3/5 തന്നെ 2/3 കൊണ്ടും ചെയ്ത് നോക്കാം. അപ്പോൾ 3 × 3 9, 2 10 അല്ലേ? അപ്പോൾ ഇവിടെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 3/5 ആണ്. അപ്പോൾ 3/5 ആദ്യം വരുന്നത്. നമുക്ക് തന്നിരിക്കുന്നതിൽ ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ? 3/5 ആദ്യം വരുന്നത്. അത് മാത്രമേ ഉള്ളൂ 3/5 വരുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ എ ആണ് വരാം. 3/5, 5/8, 2/3. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ ദശാംശ സംഖ്യയായിട്ട് കണ്ടാലും മതി. നെക്സ്റ്റ്, ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 36 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്രയാണ്? 36 സെൻറ്റിമീറ്റർ ആണ് എത്ര? ചുറ്റളവ് അല്ലേ? 2 × L + B അല്ലേ? 2 × L + B ആണ് നമുക്ക് 36 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ഒരു വശം കാണുന്നതിനായിട്ട് നമുക്ക് എന്താണ്? സമചതുരത്തിൻ്റെ ചുറ്റളവാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്നത് സമചതുരത്തിൻ്റെ ചുറ്റളവാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 വശമല്ലേ സമചതുരത്തിന് ഉണ്ടായിരിക്കുക. അപ്പോൾ 36/4 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഒരു വശം എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ? ഒരു വശം എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ പരപ്പളവ് കാണുന്നതിനായിട്ട് 9 ഇവിടെ നമുക്ക് അപ്പോൾ എല്ലാ വശവും എത്രയാണ്? 9 കിട്ടിയിരിക്കുന്നത്. പരപ്പളവ് കാണുന്നതിനായിട്ട് L × B ആണ്. അപ്പോൾ 9 × 9 = എത്രയാണ്? 81 വന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ 36 ചുറ്റളവ് തന്നിട്ടുണ്ടെങ്കിൽ ചുറ്റളവ് ബൈ എന്ത് ചെയ്താൽ മതി? വശങ്ങളുടെ എണ്ണം കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വശം എത്രയാണെന്നുള്ളത് കിട്ടും. എന്നിട്ട് നമുക്ക് പരപ്പളവ് കണ്ടാൽ മതി കേട്ടോ. നെക്സ്റ്റ്, ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയാണ്? 12 ആണ്. ഒരു പുതിയ കുട്ടി വന്നപ്പോൾ ശരാശരി 13 ആയി. എന്നാൽ പുതിയ കുട്ടിയുടെ വയസ്സ് എത്രയാണ്? അപ്പോൾ ഇതെങ്ങനെ കാണാം? ഒന്നിലാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. പുതിയ കുട്ടിയുടെ വയസ്സ് കാണാനായിട്ട് പുതിയ ശരാശരി പ്ലസ് പഴയ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വർധനവ്. പുതിയ ശരാശരി എന്ന് പറയുമ്പോൾ എത്രയാണ്? 13 ആണ്. പുതിയ ശരാശരി പ്ലസ് പഴയ കുട്ടികളുടെ എണ്ണം 20 ആണ്. ഇൻറ്റു ശരാശരിയിലെ വർധനവ് എത്രയാണ്? 12ൽ നിന്ന് 13 ആയി അല്ലേ? അപ്പോൾ എത്ര വന്നു? 1 2 3 33 വന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 33 ആണ് വരാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 20 × 12 ചെയ്യുക. 20 × 12 ചെയ്തിട്ട് എത്ര കിട്ടും? ആൻസർ 240 എന്ന് കിട്ടും. അതിനുശേഷം പുതിയ കുട്ടി വരുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 21 × 13 ആണ്. അപ്പോൾ 273 എന്ന് കിട്ടും. ഇത് രണ്ടും മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 33 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വസ്തു 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമുണ്ടായി. എത്ര രൂപയ്ക്ക് വിറ്റാൽ 20% ലാഭം കിട്ടും? അപ്പം 480 രൂപയ്ക്ക് വിറ്റപ്പോൾ എന്ത് സംഭവിച്ചു? 480 രൂപയ്ക്ക് വിറ്റപ്പോൾ എത്രയാണ്? 20% നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് 20% ലാഭമാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? വാങ്ങിയ വില കാണുന്നതിനായിട്ടുള്ള ഇക്വേഷൻ എന്നാൽ വിറ്റ വിലയാണ് നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത്. വിറ്റ വില കണ്ടുപിടിക്കുന്നതിനായിട്ട് ആദ്യം വാങ്ങിയ വില കണ്ടുപിടിക്കണം. അപ്പോൾ വാങ്ങിയ വില കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കി നോക്കാം. 480
ഇൻറ്റു 100/80 എന്ന് പറയുന്നതാണ് അല്ലേ. 100/80 വാങ്ങിയ വില എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ വരാം. 80 നമ്മൾക്ക് നഷ്ടം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വാങ്ങിയ വില നമുക്ക് കിട്ടും. വാങ്ങിയ വില കിട്ടിയതിന് ശേഷം അപ്പോൾ 600 കിട്ടും കേട്ടോ. വാങ്ങിയ വില എന്ന് പറയുന്നത് എത്രയാണ്? 600 കിട്ടും. അതിനുശേഷം നമുക്ക് വിറ്റ വില എന്നുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. വിറ്റ വില എന്ന് പറയുമ്പോൾ അടിയിലാണ് 100 വരെ, അതായത് 600 ഇൻറ്റു നമുക്ക് വിറ്റ 20% ലാഭമാണ് 120 എന്ന് കൊടുക്കുക, ബൈ 100 എന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 720 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് 4.32 പ്ലസ് 0.8 പ്ലസ് 12.001 മൈനസ് 5.6 എത്രയാണ്? അപ്പോൾ എന്ത് ചെയ്താൽ മതി? എങ്ങനെയാണ് ചെയ്യാം? ഇത് രണ്ടും കൂടെ കൂട്ടുക അല്ലേ. ആദ്യം തന്നെ ഇത് 3ഉം കൂടെ കൂട്ടാം. ഈ 3ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 17.121 കിട്ടും. അതിൽ നിന്ന് 5.6 കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 11.52 എന്നാണ് ആൻസർ. നെക്സ്റ്റ് 120 മീറ്റർ നീളമുള്ള ട്രെയിൻ 160 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം പൂർണ്ണമായി കടക്കാൻ സെക്കൻഡിൽ 20 മീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ എത്ര സമയം വേണം? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആകെ ദൂരം അല്ലേ, ആകെ ദൂരം കണ്ടുപിടിക്കുക. ആകെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 120 പ്ലസ് 160 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടി? ആകെ ദൂരം 280 എന്ന് കിട്ടി. 280/20 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, സമയം സീക്വൽ ദൂരം ബൈ വേഗതയാണ്. ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും നീളം കണ്ടുപിടിക്കണം. അതിനാലാണ് അവിടെ പ്ലസ് ചെയ്ത 280/20 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 14 എന്ന് നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒറ്റയാനെ കണ്ടെത്തുകയാണ് അല്ലേ. 24, 17, 45, 29, 51, 17, 34, 29. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 34, 29 ആണ് വരാം. ഇവിടെ കൂടുതലായിട്ട് 9ൻ്റെ മൾട്ടിപ്ലൈ ആണ് നോക്കിയിരിക്കുന്നത്. ആൻസർക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാൻ ഇഷ്ടമുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 + 4 + 1 + 7 ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 14 എന്ന് കിട്ടി. ഈ 14നെ എന്ത് ചെയ്താൽ മതി? 14നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതിൽ 34, 29 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 എന്ന് കിട്ടും. 18 എന്ന് കിട്ടുന്ന കാരണം അത് 9നെ ഡിവിസിബിൾ ആണെന്ന് പറയാം. നെക്സ്റ്റ് 65 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ രമേശിൻ്റെ സ്ഥാനം 21 ആണെങ്കിൽ താഴെ നിന്ന് എണ്ണുമ്പോൾ രമേശിൻ്റെ സ്ഥാനം എത്രയായിരിക്കും? അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാം? n = a + b - 1 ആണ്. അപ്പോൾ നമുക്കൊരു സ്ഥാനമാണ് കാണേണ്ടത്. അപ്പോൾ b = n - a + 1 ആണ് അല്ലേ. അതായത് 65 - 21 + 1 ആണ് ചെയ്യുക അല്ലേ. അപ്പോൾ 4, 34 + 1 എത്രയാണ്? അല്ല, 6ൽ നിന്ന് 2 കുറച്ച് 44, 44 + 1 45 എന്ന് കിട്ടി. നെക്സ്റ്റ് എന്താണ്? കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്നറിയപ്പെടുന്നത് ഏത്? കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 6174. നെക്സ്റ്റ് 8 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങായിരുന്നു. 8 വർഷത്തിന് ശേഷം അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങായിരിക്കുമെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? അപ്പോൾ ഇത് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ട് വരും. നമ്മൾ ഇപ്പോൾ സണ്ണിൻ്റെ x + 8 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8 വർഷം മുമ്പല്ലേ, നമ്മൾ ശേഷമാണ് എപ്പോഴും എഴുതാം. ഇനി അതുപോലെ തന്നെ ഫാദറിനെ ആണെങ്കിൽ 4x + 8 എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ 8 ഇയേഴ്സിന് ശേഷം വീണ്ടും 8 വർഷം മുമ്പും പിന്നെ 8 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ 8 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 16 വരും അല്ലേ. +16 എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ആൻസർ വരുന്നത് പറഞ്ഞുതരാം. ആൻസർ ഓപ്ഷൻ സി ആണ്. 40 ആണ് വരാം. ഇനി കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തതിൽ ഏതാണ്? നെക്സ്റ്റ് കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ വരാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വൃത്തമാണ് വരാത്തത് അല്ലേ. ബാക്കിയൊക്കെ നോക്കി ആരം, ഞാണ്, ചാപൊക്കെ എന്താണ്? വൃത്തത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ വൃത്തം എന്ന് പറയുന്ന ഒരു കറക്റ്റ് ഒരു എന്താണ് ഒരു ജാമിതീയ രൂപമാണെന്ന് പറയാം അല്ലേ. നെക്സ്റ്റ് വില കണ്ടെത്തുക. വില കണ്ടെത്താം. 12 + 8 / 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആൻസർ ഓപ്ഷൻ എ ആണ്. 14 ആണ് വരിക അല്ലേ. ആദ്യം തന്നെ എന്താണ്? ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത്. 3 - 1 2 കിട്ടി. പിന്നെ ഇൻറ്റു ആണ്. പിന്നെ വീണ്ടും ഇവിടെ ഒരു ഹരണം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ചെയ്യാം അല്ലേ നമുക്ക്. പിന്നെ നമ്മൾ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 14 ആണ് വരിക കേട്ടോ. നെക്സ്റ്റ് ശരിയായ ക്രമം കണ്ടെത്തുക. ഒരു വസ്ത്രം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണം? വസ്ത്രം ഉണ്ടാക്കുന്നതിനായിട്ട് പരുത്തി വേണം അല്ലേ. പരുത്തി അതിനുശേഷം എന്താണ്? നൂല് അതിനുശേഷം നെയ്ത്ത് പിന്നെ വസ്ത്രം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3, 4, 1. നെക്സ്റ്റ് വരുന്നത് പക്ഷി ആകാശമാണെങ്കിൽ മത്സ്യം എന്ന് പറയുന്നത് ഏതാണ് വരിക? മത്സ്യം എന്ന് പറയുന്നത് എന്താണ്? കരയാണോ, വായുവാണോ, കൂടാണോ, വെള്ളമാണോ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡിയിലെ വെള്ളമാണ് വരുന്നത്. ഇനി ശ്രേണി പൂരിപ്പിക്കുക. 140, 68, 32, 14. ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി 5 ആണ് വരിക അല്ലേ. 5 ആണ് വരിക.
14 ഇൻറ്റു 6 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരും? 14 ഇൻറ്റു നോക്കി 140 നിന്നും 2 ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 70 കിട്ടി. 70 നിന്നും -2 ചെയ്തപ്പോഴാണ് 68 കിട്ടിയത്. അതുപോലെ തന്നെ 68നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 68നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 68നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 34 കിട്ടി. 34 നിന്നും 2 കുറച്ചപ്പോഴാണ് 32 കിട്ടിയത്. അതുപോലെ തന്നെ 14 നിന്ന് 2 ഡിവൈഡ് ചെയ്യുക. അതിൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 5 കിട്ടും അല്ലേ? നെക്സ്റ്റ് ഒരു ക്ലോക്കിലെ 3 സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ വരാ? ആൻസർ ഓപ്ഷൻ എ ആണ്. 4 ആണ് വരാം. ആൻസർ ഓപ്ഷൻ 4 ആണ്. ആരാണ്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കാണിച്ചിട്ടുള്ള സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി നോക്കാം. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ റൗളത്ത് നിയമങ്ങൾ പാസ്സാക്കി. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. റൗളത്ത് നിയമങ്ങൾ പാസ്സാക്കിയത് 1919 ഗദ്ദാർ പാർട്ടി 1915 അല്ലേ? 15-16 വരുന്നത്. ഇനി ആനി ബസന്റിൻ്റെയും ബാലഗംഗാധർ തിലകിൻ്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916 ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് 1913 കേട്ടോ. എഴുതിയത് ശ്രദ്ധിക്കല്ലേ. 1913 ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. നെഹ്റുവും CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചതെന്നാണ് 1923 അപ്പോൾ ഏതാ വരിക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അല്ലേ? BC AD ആണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഗദ്ദാർ പാർട്ടി അപ്പോൾ 2 പ്രാവശ്യം ചോദിച്ചല്ലോ. ഗദ്ദാർ പാർട്ടി ലാല ഹർദയാലാണ്. ശരിയാണല്ലോ, അത് ശരിയാണ് അല്ലേ? നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക് ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. അത് തെറ്റാണ്. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലേ? ഫോർവേഡ് ബ്ലോക്ക് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനി യുഗാന്തർ പാർട്ടി ആരുടേതാണ്? ബരീന്ദ്ര കുമാർ ഘോഷിൻ്റെതാണ്. ഇനി ആസാദ് ഹിന്ദു ഫൗജ് സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. അത് ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. എയും ഡിയും ആണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. എയും ഡി ആണ്. ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്, യുഗാന്തർ പാർട്ടി ബരീന്ദ്ര സിംഗ്, അതുപോലെ തന്നെ ആസാദ് ഹിന്ദു ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. ശരിയാണ്. നവജീവൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. തെറ്റാണ്. ഇനി ആനി ബസന്റിൻ്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് അല്ലേ? ശരിയാണ്. സംവാദ് കൗമുദി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പത്രമാണ്. സംവാദ് കൗമുദി ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ് അല്ലേ? രാജാറാം മോഹൻ റോയുടേതാണ് സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയ്. ഇനി നവജീവൻ ആരുടേതായിരുന്നു? ഗാന്ധിജിയുടെ ആയിരുന്നു അല്ലേ? ഗാന്ധിജിയുടെയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എയും വരുന്നുണ്ട്, അതുപോലെ തന്നെ സിയും വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ? ആൻസർ ഓപ്ഷൻ ബി ആണ് വരാ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും തെറ്റായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ശരിയാണ്. അൽ അമൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ്. അൽ അമീനാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇനി മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകിയെന്ന് പറയുന്നു. 1990 അല്ല, 1992 ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അത് ശരിയാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബിയും സിയും ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം എന്നാണ്? 1936 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് 1942 റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തിയത് എന്നാണ്? 1946 ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1931 അപ്പോൾ അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. DABC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? 2025 ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണം. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ABC. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് വരുന്നത് എത്രാമത്തേലാണ്? 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിനെ കുറിച്ച് പറയുന്നത്. ഗ്രാമീണ വികസനത്തെക്കുറിച്ച് പറയുന്നത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതി. മാനവശേഷി വികസനത്തെക്കുറിച്ച് പറയുന്നത് എത്രാമത്തെയാണ്? 8ാമത്തെ പഞ്ചവത്സര പദ്ധതി. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എത്രാമത്തെയാണ്? 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. പഞ്ചവത്സര പദ്ധതികൾ മാത്രമായിട്ടൊരു ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണോ? ശരിയാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നത് ശരിയാണ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായം ഉത്തരാഖണ്ഡിലാണ്. എവിടെയാണ്? ജാർഖണ്ഡിലാണ് അല്ലേ? അപ്പോൾ തെറ്റാണ്, ജാർഖണ്ഡിലാണ്. ഇനി ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്. ഭിലായ് ആണെന്നുണ്ടെങ്കിൽ ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ്? റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ അതും തെറ്റാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ശരിയാണ് അല്ലേ? റൂർക്കേല ഒഡീഷയിലാണ്, ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് രൂപീകരിച്ചത്. ദുർഗാപൂർ ആണെന്നുണ്ടെങ്കിൽ ആരാണ് സഹായം നൽകിയത്? ബ്രിട്ടനാണ്. ഇനി ബൊക്കാറോ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? ജാർഖണ്ഡിലാണ്, റഷ്യയാണ് സഹായിച്ചത്. ഇനി ഭിലായ് ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? ഭിലായ് ആണെന്നുണ്ടെങ്കിൽ എവിടെയായിരുന്നു? ഛത്തീസ്ഗഡിലായിരുന്നു. അതും ആരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? റഷ്യയുടെ സഹായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ബൊക്കാറോ ജാർഖണ്ഡിലും അതുപോലെ തന്നെ ഭിലായ് ഛത്തീസ്ഗഡിലാണ് കേട്ടോ. പറഞ്ഞ് തെറ്റിയിട്ടില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20 ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്. ഓഗസ്റ്റ് 20 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 23 അല്ലേ വരുന്നത്? അത് തെറ്റാണ് അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1970 ഏപ്രിൽ 19 ആണ്. അതും തെറ്റാണ്. ആര്യഭട്ട വിക്ഷേപിച്ചെന്നാണ് 1975. ഇനി മംഗൾയാൻ വിക്ഷേപിച്ചത് 2012 അതും തെറ്റാണ് അല്ലേ? മംഗൾയാൻ വിക്ഷേപിച്ചതെന്നാണ്? 2014 ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യ ഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. അത് ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. എയും ബിയും സിയും എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് വരുന്നത് അല്ലേ? നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കുറേ ശരിയായിട്ടുള്ള പ്രസ്താവനകളുണ്ട് അല്ലേ? ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവന നോക്കാം. എന്താണ് ശരിയായ പ്രസ്താവന? സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. കാർഗിൽ വിജയദിനം ജൂലൈ 16 അത് തെറ്റാണ്. ഇനി താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ശരിയാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1971 അത് തെറ്റാണ് അല്ലേ? 1971 ആയിരുന്നു. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. എയും സിയും ആണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. കാർഗിൽ വിജയദിനം ജൂലൈ 26 കാർഗിൽ വിജയദിനം ജൂലൈ 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ 2025 ഇന്ത്യയിലെ അറ്റോർണി ജനറൽ ആരാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ? വെങ്കിട്ടരമണിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? 2025 ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ആൻസർ ഓപ്ഷൻ വരുന്നത് എ ആണ്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ് അല്ലേ? ഇപ്പോഴത്തെ പഠിച്ചു വെച്ചിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്താണ്? ഏതാണ്? ബഹുമതികളാണ് അല്ലേ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത്? മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. US ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഏതിലാണ്? പാർട്ട് 4A 51A ആർട്ടിക്കിളാണ് അല്ലേ? അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്? ഏതിലാണ്? ലിസ്റ്റിൽ 7 അല്ലേ? ആൻസർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 7ാം പട്ടികയാണ്.
നെക്സ്റ്റ് കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതൊക്കെയാണ്? ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. ഇന്ത്യയുടെ വടക്കേയറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ശരിയാണ്. ഇന്ത്യയുടെ കിഴക്കേയറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ് അല്ലേ? ഗുജറാത്ത് ഏത് ഭാഗത്താണ് വരുന്നത്? പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ്? അറബിക്കടലിൽ പതിക്കുന്ന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സിന്ധു നദിയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം ആൻസർ ഓപ്ഷൻ ബി ആണ്. 82.5 ഡിഗ്രി ഈസ്റ്റ്. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? എവിടെ നിന്നാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്? അലഹബാദ് മുതൽ നൈനി വരെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എക്കൽ മണ്ണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ഏത് മണ്ഡലത്തിലാണ് മത്സരിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പറവൂർ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശ്രീ കെ മുരളീധരൻ. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നതിൽ ഏതാണ്? സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആൻസർ ഓപ്ഷൻ ബി പറവൂർ. താഴെ പറയുന്നതിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാം? ഇടുക്കി ജില്ലയിൽ വരാത്തത് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 മാത്രം. മീൻവെല്ലം, തുഷാരഗിരി, അതുപോലെ സിതാർകുണ്ട്. തുഷാരഗിരിക്ക് എവിടെയാണ്? കോഴിക്കോടാണ് വരുന്നത് അല്ലേ? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് ഉൾപ്പെടാത്തത്. ചീയപ്പാറ, തൊമ്മൻകുഞ്ഞ്, തൂവാനം, വളഞ്ചാനം, ന്യായംകോട്, അഞ്ചുരുളി, വാളറ, ലക്കം, ചിന്നക്കനാൽ എന്നിവയൊക്കെ എന്താണ്? ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ്. താഴെ പറയുന്നതിൽ 100 കിലോമീറ്ററിലും കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാം? 100 കിലോമീറ്ററിലും കൂടുതൽ നീളമുള്ള നദികളാണ് ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, അതുപോലെ തന്നെ ചാലിയാർ എന്നിവയൊക്കെ അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാമാണ്? ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം. എ കെ ആൻ്റണിയും അതുപോലെ തന്നെ വി കെ കൃഷ്ണമേനോനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നാടുകാണി ചുരം ആൻസർ ഓപ്ഷൻ ബി ആണ്. നിലമ്പൂർ, ഗൂഡല്ലൂർ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീലേരി കുഞ്ഞിക്കണ്ണൻ ആൻസർ ഓപ്ഷൻ സി ആണ്. സർക്കസ്. താഴെ പറയുന്നതിൽ നിന്നും ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മതികെട്ടാൻ ചോലയെ 2003 ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ് അല്ലേ? മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ആനമുടി ചോലയൊക്കെ 2003 പ്രഖ്യാപിച്ചത്. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാനായിട്ട് പറ്റും. ശരിയാണ്. ട്രിഫേണിനെ ആനമുടി ചോലയിൽ കാണാം. ശരിയാണ്. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ സി ആണ്. എ കെ ബാലസുബ്രഹ്മണ്യൻ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? 1998 മെയ് 17. കടൽ തീരത്തിൻ്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കൊല്ലം ജില്ലയാണ്. കൂടുതലാണെങ്കിലോ? കണ്ണൂരാണ് കടൽ തീരം കൂടുതലുള്ള ജില്ല. നെക്സ്റ്റ് അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. യശോദയും കൃഷ്ണനും. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് അല്ലേ? കലുമാല സമരം, വില്ലുവണ്ടി സമരമൊക്കെ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏത്? ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് 1792 മാർച്ച് 18-നാണ്. തെക്കേ ഇന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? തെക്കേ ഇന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? നോക്കാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നടത്തി. ആരാണ് നടത്തിയിട്ടുള്ളത്? സവർണജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ തെറ്റാണ്.
ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ശരിയാണ്. 1947-48 കാലഘട്ടത്തിലാണ് പാലയം സത്യാഗ്രഹം നടന്നത്. അതും ശരിയാണ്. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ്. 2, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ് അല്ലേ? വേലുത്തമ്പി ദളവയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയിട്ടുള്ളത്, എക്കണോമിക്സിൽ ആദ്യമായിട്ട് നേടിയിട്ടുള്ളത് ആരാണ്? അമർത്യ സെൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, അമർത്യ സെൻ. ചെരുമുടി ചേർക്കുക. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടേതാണ്? പൊയ്കിൽ യോഹന അല്ലേ? ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ. അരയ സമാജം കെ പി കറുപ്പൻ. യോഗക്ഷേമ സഭ വി ടി ഭട്ടതിരിപ്പാട് അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 സി, 2 ഡി, പിന്നെ 3 എ, 4 ബി. ഓക്കെ, നെക്സ്റ്റ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? ആർക്കാണ്? കെ ജി ശങ്കരപിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അല്ലേ? എഴുത്തച്ഛൻ പുരസ്കാരം കെ ജി ശങ്കരപിള്ളയ്ക്കാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? NS മാധവനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രി? AP അനിൽകുമാർ ആണ്. AP അനിൽകുമാർ. നെക്സ്റ്റ്, മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് D.Litt ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആര്? മമ്മൂട്ടിയാണ് കേട്ടോ. നെക്സ്റ്റ്, ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏതാണ്? ഓപ്പറേഷൻ ഡി ഹണ്ട് ആണ്. അപ്പോൾ എത്രയാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമ്മൾ LGS മാതൃകയിലുള്ള ചോദ്യ പേപ്പേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 6 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.